തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നുള്ള എം സ്വരാജിന്റെ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഹൈക്കോടതി ബെഞ്ചാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. റോഷിപാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. റോഷിപാൽ, കെ ബാബുവിന് വലിയ ആശ്വാസം, സ്വരാജിന് തിരിച്ചടി. ബിനിൽ, തീർച്ചയായും കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിധി പ്രസ്താവമാണ് ഇപ്പോൾ PG സുരേഷ് കുമാർ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എം സ്വരാജിന്റെ ഹർജി LDF സ്ഥാനാർത്ഥിയായിരുന്ന തൃപ്പൂണിത്തുറയിലെ മത്സരിച്ച എം സ്വരാജിന്റെ ഹർജി തള്ളിയിരിക്കുന്നു. എം സ്വരാജ് ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രചാരണത്തിൽ അയ്യപ്പന്റെ ചിത്രം വച്ച സ്ലിപ്പുകൾ വിതരണം ചെയ്തു. അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കാനുള്ള ശ്രമം കെ ബാബുവിന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായി. അതുകൊണ്ട് തന്നെ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് കെ ബാബു വിജയിച്ചത് വിജയിയായി പ്രഖ്യാപിക്കണം എന്ന രണ്ട് ആവശ്യങ്ങളാണ് എം സ്വരാജ് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം സ്വരാജ് ഉന്നയിച്ചത്. ഈ വാദങ്ങൾ കോടതി പൂർണ്ണമായും തള്ളിയിരിക്കും. നേരത്തെ ഇതിന് തടസ്സവാദം കെ ബാബു ഉന്നയിച്ചെങ്കിലും ഈ ഹർജി നിലനിൽക്കില്ല എന്ന വാദം കെ ബാബു ഉന്നയിച്ചെങ്കിലും അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോവുകയും സുപ്രീം കോടതിയും ഈ ഹർജി തള്ളി. പിന്നാലെ തന്നെ തുടർ നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കാമെന്ന നിർദ്ദേശമായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെയാണ് സുപ്രീം കോടതി തുടർ നടപടികൾ, വിചാരണ ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് തത്സമയം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തെരഞ്ഞെടുപ്പ് വിധി അസാധുവാക്കണമെന്നും LDF സ്ഥാനാർത്ഥിയെ വിജയിയാക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൻ്റെ മായി ബന്ധപ്പെട്ട് 3 വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കേസ് ഇന്നിപ്പോൾ കോടതി വിധിയായി. വിധിയുടെ വിശദവിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നായാലും അവരുടെ കേസ് തള്ളി ആ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. ആരോപണങ്ങൾ എന്തൊക്കെ തള്ളി, നേരത്തെ ഞാൻ പ്രസംഗിച്ചു, ചുമര എഴുതി എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി അന്ന് പറഞ്ഞത് ഈ അയ്യപ്പസ്വാമിയുടെ പടം വെച്ച് സ്ലിപ്പടിച്ചത് അതാണ് മതമുദ്ര ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപം. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം നിലനിൽക്കും, ആ കേസ് പ്രശ്നം നിലനിൽക്കും എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം, യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു സ്ലിപ്പടിച്ചിട്ടില്ല. ഇത് കൃത്രിമമാക്കി ഉണ്ടാക്കിയ ഒരു ഏർപ്പാടായിരുന്നു. ഇലക്ഷൻ്റെ തലേ ദിവസം അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുന്നൊരു പെറ്റീഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമാണ് അത് കൊടുക്കേണ്ടത്. പക്ഷെ അതുപോലും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. എനിക്ക് പറയാനുള്ളത്, 2021 ജനവിധി, ജനകീയ കോടതി എന്നെ വിജയിപ്പിച്ചു, UDFനെ വിജയിപ്പിച്ചു. ആ ജനകീയ കോടതി വിധി വന്ന സമയത്ത് അത് BJPയുടെ പിന്തുണയോട് കൂടിയിട്ടാണ്, വോട്ട് വിലയ്ക്ക് വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടാക്കി. ഞങ്ങൾ പോരാടി നേടിയ വിജയം വളരെ മോശമാക്കി ചിത്രീകരിക്കാൻ അന്ന് LDF ശ്രമിച്ചു. അതിനുശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായത്. കൃത്രിമമായിട്ട് അവരൊരു കേസ് ഉണ്ടാക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ജനകീയ കോടതി വിധി മാനിച്ചില്ല. ഇപ്പോൾ നീതിന്യായ കോടതിയിൽ നിന്ന് സത്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് കോടതി വിധിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിധിയെഴുത്തും മാനിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തോ കാത്തിരുന്ന് അല്ല, അത് പറയാൻ പറ്റില്ല. കാത്തിരുന്ന വിധി വിധി എന്താവും എന്നുള്ളത് കോടതിയുടെ മുമ്പിലിരിക്കുന്ന കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിശ്വാസം. കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ 7 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും എനിക്ക് ഒരു മെമ്മ പോലും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട്, പെരുമാറ്റച്ചട്ടം 100% പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടോ ഇടതുപക്ഷ മുന്നണിക്കും അവരുടെ സ്ഥാനാർത്ഥിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി ഉൾക്കൊള്ളാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് യഥാർത്ഥ വസ്തുത.
വിജയം ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണോ ഇത്തരത്തിലൊരു കേസ്? അല്ല, അതാണല്ലോ ആദ്യം തന്നെ പ്രചരിപ്പിച്ചത്. എന്താ, BJP-യുടെ പിന്തുണയോട് കൂടിയിട്ടാണ്, BJP-യുടെ വോട്ട് വാങ്ങിയാണ്, എന്നാൽ ഞാൻ ജയിച്ചത്, UDF ജയിച്ചത് എന്ന് പ്രചരിപ്പിച്ചു. യഥാർത്ഥം പറഞ്ഞാൽ LDF-ൻ്റെ വോട്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അന്ന് LDF നടപടി എടുത്തിട്ടുണ്ട്. CPM ചില നേതാക്കന്മാരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. വെറുതെ നടപടി എടുക്കില്ലല്ലോ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി, അവരുടെ വോട്ട് കുറഞ്ഞു എന്നുള്ളതിന് അന്ന് അവർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രചരണം മുഴുവൻ BJP-യുടെ വോട്ട് വാങ്ങിയാണ് ഞാൻ ജയിച്ചത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും നിയമസഭയിലും അങ്ങനെ പറയുകയുണ്ടായി. യഥാർത്ഥം പറഞ്ഞാൽ അന്ന് തന്നെ ഞാൻ പറഞ്ഞത് വളരെ ദുഃഖകരമാണ്. കാരണം തൃപ്പൂണിത്തുറയിലെ ജനങ്ങളെ അവമാനിക്കുന്നതിന് തുല്യമാണ്. കോടതി ഇപ്പോൾ അങ്ങനെ ഒന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കോടതി കണ്ടെത്തി കഴിഞ്ഞല്ലോ. കോടതി അതിനെക്കുറിച്ചുള്ള വിധി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ കരുതാൻ പറ്റുള്ളൂ, മറിച്ച് കരുതാൻ എന്തിനാ? ഞങ്ങൾ അങ്ങനെ ഒരു സ്ലിപ്പ് അടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ സ്ലിപ്പ് അടിച്ചിട്ടില്ലല്ലോ. ചുവരെഴുത്ത് ആ പ്രശ്നങ്ങളെല്ലാം കോടതി ആദ്യം തന്നെ തള്ളിയേർന്നു. ആദ്യം തന്നെ തള്ളിയിട്ട് ഈ മതചിഹ്നം ഉപയോഗിച്ചു എന്നുള്ള പ്രശ്നം നിലനിൽക്കുമെന്നാണ് കോടതി ആദ്യം പറഞ്ഞത്. അപ്പോൾ അതും ഇപ്പോൾ തള്ളി എന്നുള്ളതാണ്. കോടതി വിധിയുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി, ലോക്സഭ അല്ല അതെ, തീർച്ചയായിട്ടും ഈ വിധി തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലെ UDF പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതാണ്. കേരളത്തിലെ UDF-നും ആവേശം പകരുന്ന ഒരു വിധിയാണ്. കാരണം കുറച്ചുകൂടി ആത്മവിശ്വാസം ഉണ്ടാകും. ഈ CPM-ൻ്റെ കൃത്രിമങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വ്യവഹാരങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരവസരമാണിത്. കാത്തിരിക്കാൻ ചെറിയ സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. കാരണം അതില്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് സർക്കാരല്ലല്ലോ കേസ് നടത്തിയത്. അതായത് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കുള്ളൊരു തിരിച്ചടിയാണ്. സന്തോഷം എന്നാണ് കെ ബാബു പ്രതികരിച്ചിരിക്കുന്നത്. വ്യാജ തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. എതിർഭാഗം M സ്വരാജ്, CPM-ഉം M സ്വരാജും ഇനിമേൽ ഇത്തരമുള്ള വ്യവഹാരങ്ങളിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് കെ ബാബു പ്രതികരണമായി നൽകിയിരിക്കുന്നത്. M സ്വരാജ് ഹാജരാക്കിയ സാക്ഷികൾക്ക് വിശ്വാസ്യതയില്ല, സാക്ഷിമൊഴി സാധൂകരിക്കുന്ന തെളിവില്ല, സാക്ഷിമൊഴികൾ മാത്രമായി ഒരു തെളിവായി പരിഗണിക്കാനാവില്ല എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുകയാണ് ഹൈക്കോടതിയിൽ നിന്ന്. ശ്യാമിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ കെ ബാബുവിൻ്റെ അഭിഭാഷകരുടെ പ്രതികരണം തത്സമയം. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് അയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് കോടതിയെ സമീപിച്ചത്. ലേബി സജീന്ദ്രനുണ്ട് തത്സമയം നമുക്കൊപ്പം. അഡ്വക്കേറ്റ് M സ്വരാജ് കൊടുത്ത ഇലക്ഷൻ ഹർജി ഹൈക്കോടതി ഇന്ന് തള്ളി. ലേബി സജീന്ദ്രനുണ്ട് തത്സമയം കെ ബാബുവിൻ്റെ വീട്ടിൽ നിന്ന്. ലേബി, കെ ബാബുവിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. നാളുകളായി കേസ് കെ ബാബുവിനെ മേലെ ഒരു ആശങ്കയായി തൂങ്ങി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും അത് വ്യക്തമായിരുന്നു. നിയമ നടപടികളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആശ്വാസം, സന്തോഷം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കെ ബാബു പറയുന്നത്.
തീർച്ചയായും ബിനിൽ, കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ വിധി പ്രസ്താവമാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് കാലത്തുള്ള വിധി പ്രസ്താവം തീർച്ചയായും ആശ്വാസം പകരുന്നത് തന്നെയാണ്. കെ ബാബു 91 മുതൽ തുടർച്ചയായി തൃപ്പൂണിത്തുറയുടെ ജനപ്രതിനിധിയാണ്. അതിൽ 2016 മാത്രമാണ് ഒരു തവണ പരാജയം അറിഞ്ഞിട്ടുള്ളത്. അന്നാണ് സ്വരാജ് ഇവിടെ കെ ബാബുവിനെ മറികടന്ന് വിജയിച്ചത്. അന്ന് 5000-ഓളം വോട്ടുകൾക്കാണ് അന്ന് വിജയിച്ചത്. അതിനുശേഷം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് സ്വരാജിൽ നിന്ന് തിരിച്ചു പിടിക്കുകയായിരുന്നു. ഇലക്ഷൻ കേസ് വന്ന സമയം മുതൽ സ്വാഭാവികമായും UDF-നെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളവും അത് സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നൊരു കാര്യം തന്നെയായിരുന്നു. ഈ വിധി എങ്ങോട്ടായിരിക്കും ഇത് പോവുക എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നതും ഇത് വലിയ ആത്മവിശ്വാസം തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാകും, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാകും. അതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിൽക്കുന്ന ഈ സമയത്ത് ഈ വിധി പ്രസ്താവം വളരെ ആശ്വാസകരവും അതുപോലെ തന്നെ ആവേശം പകരുന്ന ഒന്നും ആകും ഇലക്ഷൻ രംഗത്ത് എന്നാണ്. അത് എതിരാളികൾ തന്നെയാകും ഇത്തരത്തിൽ ഒരു തനിക്കെതിരായ മതചിഹ്നം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള നോട്ടീസുകൾ പ്രചരിപ്പിച്ചത്. അത് കോടതിക്ക് ബോധ്യം വന്നു. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ബിനിൽ, ഈ ഒരു വിധിന്യായം എന്ന് പറയുമ്പോൾ കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സമീപ മണ്ഡലങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തൃപ്പൂണിത്തുറ എന്നത് കെ ബാബുവിൻ്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നു. ദശാബ്ദങ്ങളായി 91-ൽ MM ലോറൻസിനെ പരാജയപ്പെടുത്തിയാണ് കെ ബാബു തൃപ്പൂണിത്തുറയിലേക്ക് വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് അധികായന്മാരെയൊക്കെ കടപുഴകി മാറ്റിയതിനു ശേഷം ആ ജൈത്രയാത്ര അദ്ദേഹം തുടരുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് കെ ചന്ദ്രൻപിള്ളയ്ക്കെതിരെ ഇതിനിടയിൽ നേടിയത് 1,00,000 ലക്ഷത്തോളം വിജയമാണ്. ഇതിനിടയിൽ തൃപ്പൂണിത്തുറ മണ്ഡലം ഇതായിരുന്നെങ്കിലും ഇതിൻ്റെ പഴയ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തൃക്കാക്കരയിലാണ് അതിൻ്റെ ഭാഗം കൂടുതൽ കിടന്നത്. ഒരു പള്ളുരുത്തിയുടെ ഭാഗമെല്ലാം ചേർന്ന് മണ്ഡല പുനർനിർണ്ണയം നടന്നപ്പോഴും 2011-ൽ തൃപ്പൂണിത്തുറ നിലനിർത്തി എന്നുള്ളത് തന്നെയാണ് കെ ബാബുവിനുള്ള എടുത്തു പറയേണ്ട നേട്ടം. അന്ന് സ്വാഭാവികമായൊരു LDF ചായ്വുള്ള ഒരു മണ്ഡലമായി ഇത് മാറിയിരുന്നു. കെ ബാബുവിന് ശേഷം 1991-ൽ കെ ബാബു ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇതൊരു LDF കുത്തക മണ്ഡലം തന്നെയായിരുന്നു. അവിടെ നിന്ന് പിന്നെ കെ ബാബു ഇതൊരു കോൺഗ്രസ് അനുകൂല മണ്ഡലം, UDF അനുകൂല മണ്ഡലമാക്കി മാറ്റുകയായിരുന്നു. അവിടെ നിന്ന് പിന്നീട് മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഇതിൻ്റെ ഒരു സ്വഭാവം പിന്നെയും രാഷ്ട്രീയ സ്വഭാവം മാറി. ആ സാഹചര്യത്തിൽ പോലും മണ്ഡല പുനർനിർണയം നടന്നതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം മാറിയിട്ടും മണ്ഡലം നിലനിർത്താൻ 2011-ലായി. അന്നാണ് അദ്ദേഹം ജയിച്ചു കയറി എക്സൈസ് മന്ത്രിയായതും. തുടർന്ന് വന്ന 2016-ലെ തിരഞ്ഞെടുപ്പിലാണ് സ്വരാജിനോട് അദ്ദേഹം പരാജയപ്പെട്ടത്. 2021-ൽ തിരിച്ചു പിടിക്കുകയായിരുന്നു. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായും കാലങ്ങളായി തൃപ്പൂണിത്തുറയുടെ ജനപ്രതിനിധി ആയിരുന്ന ഹൈക്കോടതിയിൽ നിന്ന് ശ്യാം ദേവരാജ് കൂടി തത്സമയം ചേരുന്നുണ്ട്. ലേബിയിലേക്ക് മടങ്ങിയെത്താം. ശ്യാം, കെ ബാബുവിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. സ്വരാജിന് ഈ ആക്ഷേപം തെളിയിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല വോട്ടർമാർക്ക് സ്ലിപ്പ് നൽകി, അതായത് ഈ അയ്യപ്പൻ്റെ ചിത്രമുള്ള സ്ലിപ്പുകൾ നൽകി എന്നതിന് തെളിവുകളില്ല എന്നുൾപ്പെടെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഹൈക്കോടതി ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്? ബിനിൽ, കെ ബാബുവിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. സ്വരാജ് നൽകിയ തെരഞ്ഞെടുപ്പ് ഹർജി കെ ബാബുവിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സ്വരാജ് LDF സ്ഥാനാർത്ഥി സ്വരാജ് നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു. അത് UDF സ്ഥാനാർത്ഥിക്ക് നിലവിലെ MLA-ക്ക് തൃപ്പൂണിത്തുറ MLA കെ ബാബുവിനെ അങ്ങേയറ്റം ആശ്വാസകരമാകുന്ന ഒരു നിലപാടാണ്. ജസ്റ്റിസ് PG അജിത് കുമാർ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ തെരഞ്ഞെടുപ്പ് കേസിൽ സ്വരാജിന്റെ ഹർജിയിൽ വാദം കേട്ടതിന് ശേഷം വിചാരണ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് വിധി പറഞ്ഞത്. ഈ സ്വരാജ് ഹർജിയിലൂടെ ഉയർത്തിയ ആക്ഷേപങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ ഹർജിയിലെ ഏറ്റവും സുപ്രധാനമായ നിരീക്ഷണം. ഒപ്പം വോട്ടർമാർക്ക് സ്ലിപ്പ് നൽകി, വോട്ടർമാർക്ക് കെ ബാബു അല്ലെങ്കിൽ UDF സ്ലിപ്പ് നൽകിയെന്നതിന് തെളിവില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. സാക്ഷിമൊഴികൾ മാത്രമായി പരിഗണിക്കാൻ കഴിയില്ല. അതായത് സാക്ഷികളുടെ മൊഴികൾ, ഓറൽ എവിഡൻസ് മാത്രമായി പരിഗണിച്ച ഒരു വിധി ഇക്കാര്യത്തിൽ വിധി പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്വരാജിന് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് ജസ്റ്റിസ് PG അജിത് കുമാർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ സാക്ഷിമൊഴി സാധൂകരിക്കുന്ന തെളിവുകൾ ഇല്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. സ്വരാജ് ഹാജരാക്കിയ സാക്ഷികൾക്ക് വിശ്വാസ്യതയില്ല എന്നുകൂടിയാണ് ഹൈക്കോടതി വിധിന്യായത്തിൽ പറയുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിലാണ് 7 ചോദ്യങ്ങൾക്കാണ് ഈ ഹൈക്കോടതി ഇന്ന് ഇതിന്റെ വിചാരണ ഘട്ടങ്ങളിൽ 7 ചോദ്യങ്ങളാണ് പരിഗണിച്ചത്. അതിന്മേലാണ് ഉത്തരം നൽകിയതും. ഇങ്ങനെ ഒരു ഉത്തരം നൽകുമ്പോഴാണ് അത് സ്വരാജിന്റെ ഹർജി തള്ളുന്ന ഒരു ഉത്തരത്തിൽ
തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇതിന്മേൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്ത് കെ ബാബു വിജയിച്ചത് ചോദ്യം ചെയ്ത് എം സ്വരാജ് ഹൈക്കോടതിയിലെത്തിയത്. ഹൈക്കോടതിയിലെത്തുമ്പോൾ കഴിഞ്ഞ 2 വർഷവും 10 മാസം ഏതാണ്ട് 3 വർഷത്തോളമായി ഇതിന്റെ നടപടിക്രമങ്ങൾ ഹൈക്കോടതിയിൽ പുരോഗമിക്കുകയായിരുന്നു. അതിനൊടുവിലാണ് കെ ബാബുവിന് ആശ്വാസകരമാകുന്ന ഒരു വിധിന്യായം പുറത്തു വരികയും ചെയ്യുന്നത്. നമുക്കറിയാം 2 തവണയാണ് ഇതിന്മേൽ നേരത്തെ ഈ ഹർജി നിലനിൽക്കും എന്ന് ആദ്യം ഇതിന്റെ വിചാരണ നടപടികൾ കേട്ട അല്ലെങ്കിൽ അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസറായിരുന്ന ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞത് എം സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്നതായിരുന്നു. എം സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്ന ആക്ഷേപം ചോദ്യം ചെയ്ത് കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് കെ ബാബുവിന് ആ ഘട്ടത്തിൽ തിരിച്ചടിയായിരുന്നു ഫലം. പിന്നീട് വീണ്ടും വിചാരണ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്ത് കെ ബാബു വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതി ആ ഹർജിയും പരിഗണിച്ചില്ല, അല്ലെങ്കിൽ കെ ബാബുവിന് ആ 2 ഘട്ടങ്ങളിലും തിരിച്ചടിയായിരുന്നു ഫലം. പക്ഷേ വിചാരണയ്ക്കൊടുവിൽ ഹൈക്കോടതി അതിന്റെ അന്തിമമായ വിധി പറയുമ്പോൾ അത് കെ ബാബുവിന് അനുകൂലമാണ്. അത് എം സ്വരാജിന് തിരിച്ചടി കൂടിയാണ്. ഈ തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബു MLA ആയി തന്നെ തുടരും, അല്ലെങ്കിൽ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു. കെ ബാബുവിന് എതിരായ ആക്ഷേപങ്ങൾ തെളിയിക്കാൻ എം സ്വരാജിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഹൈക്കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നത്. 3 കാര്യങ്ങൾ, ഇതിൽ 4 കാര്യങ്ങൾ കൂടി ഇതിനെ വിധിക്ക് സാധൂകരണമായി യുക്തിപരമായ ന്യായവാദങ്ങളായി ഹൈക്കോടതി ഇതിന്മേൽ വെക്കുന്നത് പ്രധാനമായും സാക്ഷിമൊഴികളെ സംബന്ധിച്ചാണ്. ഈ സാക്ഷിമൊഴികൾ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല, സാക്ഷിമൊഴികൾ മാത്രമായി പരിഗണിക്കാൻ കഴിയില്ല, മറ്റ് തെളിവുകൾ ഹാജരാക്കാൻ എം സ്വരാജിന് കഴിഞ്ഞിട്ടില്ല എന്നതുമാണ്. കാരണം കെ ബാബുവിന്റെ ആരോപണവും ആക്ഷേപവും ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പോയിന്റ് തന്നെയായിരുന്നു. കാരണം ഇത് UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ താനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോ തീരുമാനിച്ച് ഇത്തരമൊരു സ്ലിപ്പ് ഇറക്കിയിട്ടില്ല, ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്നായിരുന്നു കെ ബാബുവിന്റെ ആക്ഷേപം. അത്തരമൊരു വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയിരിക്കുന്നത്. കെ ബാബുവിന് ആശ്വാസകരമായ വിധി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. സാക്ഷിമൊഴികൾക്ക് വിശ്വാസ്യതയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ വിധിന്യായത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വോട്ടർമാർക്ക് സ്ലിപ്പ് നൽകി എന്നതിന് UDF സ്ലിപ്പ് നൽകി എന്നതിന് തെളിവില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ സാക്ഷിമൊഴികളെയാണ് പ്രധാനമായും എം സ്വരാജിന്റെ അഭിഭാഷകരും ആശ്രയിച്ചത്. പക്ഷേ അത്തരം ഒരു കാര്യം, അതായത് ആ സാക്ഷിമൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. കാരണം വോട്ടർ സ്ലിപ്പ് ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ചില സാക്ഷികൾ പ്രോസിക്യൂഷന്റെ ഹാജരാക്കിയ 2 മുതൽ 5 വരെയുള്ള സാക്ഷികൾ കോടതിയിൽ അറിയിച്ചിരുന്നു. പക്ഷേ അത്തരം ഒരു കാര്യം അറിയിക്കുമ്പോൾ അതിന് ആധികാരികമായ തെളിവുകൾ ഹാജരാക്കാൻ എം സ്വരാജിന് കഴിഞ്ഞില്ല എന്നതാണ് ഹൈക്കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നത്. മാത്രം